പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് കുടജാദ്രിയിൽ. ഇത് എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ. ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരിപ്പെണ്ണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല. വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരിയുണ്ടോ? ഇസ്ലാമും ക്രിസ്തുമതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു. സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത്. ഗ്രന്ഥകർത്താവിന്റെ പേര് ബവാഹുദ്ദീൻ കൂരിയാട്. സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ആ മുഖ്യമന്ത്രി കേരളത്തിലെ ഔദ്യോഗിക പദവികളിൽ ആരൊക്കെയാ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അറിയോ? ഈ നദവിക്ക് ഇല്ലേ കേട്ടോ, കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എന്താ പേര്? ബി അബ്ദുള്ള. ഭയങ്കര ദേഷ്യമായിരുന്നു EMSന് മുസ്ലിങ്ങളോട്. കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ബി അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിനെ പിടിച്ച് ചീഫ് സെക്രട്ടറി ആക്കി. അയാളെ സ്വീപ്പാക്കാൻ ചീഫ് സെക്രട്ടറി. പിന്നെയോ കേരളത്തിലെ ചീഫ് എഞ്ചിനീയർ എന്താ പേര്? TP കുട്ടിയാമു സാഹിബ്. അയാളെ ചീഫ് എഞ്ചിനീയറിന്റെ പണി കൊടുത്ത് സ്വീപ്പാക്കി കമ്മ്യൂണിസ്റ്റുകാർ. മുസ്ലിങ്ങളെ സ്വീപ്പാക്ക നദവി പറഞ്ഞാട്ടോ ശരി. മുസ്ലിങ്ങളെ സ്വീപ്പാക്കി TP കുട്ടിയാമു സാഹിബിനെ ചീഫ് എഞ്ചിനീയർ ആക്കി. PSC മെമ്പർ മലപ്പുറം ഹൈസ്കൂൾ എന്നൊക്കെ മലപ്പുറത്ത് ഹൈസ്കൂൾ തന്നെ കുറവാ. അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന തലശ്ശേരിക്കാരൻ TOT കുഞ്ഞിപ്പക്കി PSC പിന്നെ മെമ്പർ. KSRTCയുടെ MD NM ഹുസൈൻ. കേരള നിയമസഭയിൽ ആദ്യത്തെ മുസ്ലിം മന്ത്രി T അബ്ദുൽ മജീദ്. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷ ബീവി. ഇതൊക്കെ മുസ്ലിങ്ങളാണ് നദവിയെ, ഇതൊക്കെ മുസ്ലിങ്ങളാണ്. ആരാ ഉണ്ടെന്ന് നീ പറഞ്ഞ EMS ഉണ്ടെന്ന് അവരെ. എന്നിട്ട് പറയാണ് EMS മുസ്ലിങ്ങൾക്കെതിരാണ്, കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾക്കെതിരാണ്. ഞാൻ പഠിച്ച സ്കൂളിന്റെ പേരെന്താ അറിയോ? GM UP സ്കൂൾ, ഗവൺമെന്റ് മാപ്പിള അപ്പർ പ്രൈമറി സ്കൂൾ. എത്ര കൊല്ലായി? 100 കൊല്ലത്തോളായി ആ സ്കൂളിന് പഴക്കണ്ട്. ഈ മലബാറിൽ മാപ്പിള സ്കൂളുകൾ കൊണ്ടുവന്ന ആരാന്നറിയോ? തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന PT ഭാസ്കര പണിക്കർ. ഇന്ന് വായനാ ദിനം കൂടിയാണ്, ഗ്രന്ഥശാല ദിനാണ്. PT ഭാസ്കര പണിക്കർ മറക്കാൻ പറ്റുമോ? കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ PT ഭാസ്കര പണിക്കർ 1954 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. CPM-ന്റെ മനസ്സിലായിനോ? അദ്ദേഹം പിന്നീട് പ്രൊഫസർ മുണ്ടശ്ശേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി. അദ്ദേഹം കൊണ്ടുവന്നാണ് ഗവൺമെന്റ് മാപ്പിള അപ്പർ പ്രൈമറി സ്കൂൾ. ഏത് PT ഭാസ്കര പണിക്കര്? EMSന്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള PT ഭാസ്കര പണിക്കര് കേരളത്തിലെ മുസ്ലിങ്ങളെ വടക്കാക്കാൻ വേണ്ടിട്ട്, ഇയാളെ ഭാഷയെ പറഞ്ഞ വടക്കാക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് ആണല്ലോ, കമ്മ്യൂണിസം മുസ്ലിങ്ങൾക്കെതിരാണല്ലോ. ഗവൺമെന്റ് മാപ്പിള അപ്പർ പ്രൈമറി സ്കൂളിൽ ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടോന്നാ? മനസ്സിലായി നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് പോരായിക? ഒന്ന് പറ. ഞങ്ങൾ കൊണ്ടുവന്ന ഈ കേരളത്തില് എണ്ണി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല, ഇല്ലേ? ഇനി അടുത്തത് 1957 EMS ഗവൺമെന്റ് നടപ്പിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. മലപ്പുറം നീർച്ച ബ്രിട്ടീഷുകാർ നിരോധിച്ചു. എന്താ മലപ്പുറം നീർച്ച നിരോധിക്കാനുള്ള കാരണം? കുണ്ടോട്ടി പോയി നോക്കിയാൽ മതി. കുണ്ടോട്ടി നീർച്ചപ്പ കഴിഞ്ഞിട്ടല്ലോ അല്ലേ? കുണ്ടോട്ടി നീർച്ചപ്പോഴാ തീരാ? തട്ടാംവരവുണ്ട്. തട്ടാമാര വരവ് പെട്ടിയായിട്ട്, ആ പെട്ടിയായിട്ട് തട്ടാമാര് വന്നാലാണ് കുണ്ടോട്ടി നീർച്ച കഴിയുക. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? നിങ്ങള് കാസർഗോഡ് വഴിക്കൊക്കെ പോയി നോക്കി, കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ നിങ്ങൾക്ക് കാണാം, അമ്പലങ്ങളും പള്ളികളും തമ്മിൽ പരസ്പര പൂരിതമായിരുന്നു. നേർച്ചകളിൽ ഹിന്ദുക്കൾ വരണം, അമ്പലങ്ങളിലെ പിന്നെ ഉത്സവത്തിന് മുസ്ലിങ്ങൾ പോകണം. അങ്ങനെ വലിയ ബഹുമാനത്തിൽ പരസ്പര സ്നേഹത്തിൽ ബ്രിട്ടീഷുകാരൻ തകർത്തെറിയാൻ ശ്രമിച്ച ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക എന്ന തത്വശാസ്ത്രത്തെ തോൽപ്പിച്ച സൂഫി പാരമ്പര്യം, ആ പാരമ്പര്യ പ്രകാരം ഉണ്ടായിരുന്നായിരുന്നു മലപ്പുറം നീർച്ച. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന ഇടം. അങ്ങനെ ഒരു ഇടമുണ്ടായാൽ അത് ബ്രിട്ടീഷുകാർക്ക് അപകടമാണ്.
ബ്രിട്ടീഷുകാർ നിരോധിച്ചു മലപ്പുറം നീർച്ച. കമ്മ്യൂണിസ്റ്റുകാർ എന്ത് നീർച്ച? കമ്മ്യൂണിസ്റ്റുകാർ എന്ത് നീർച്ചയാണ്? ആ നേർച്ച ഈ കേരളത്തിൽ പുനഃസ്ഥാപിച്ചത് ആരാ? കമ്മ്യൂണിസ്റ്റുകാര്. 57 EMS ഗവൺമെന്റ്, MSP മലബാർ സ്പെഷ്യൽ പോലീസ്, മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രത്യേക പോലീസ്. ബ്രിട്ടീഷുകാർ പറഞ്ഞു MSPയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. എന്താ കാരണം? അവർക്ക് ന്യായമുണ്ട്. മാപ്പിള കലാപം അടിച്ചമർത്താനുള്ളതാണ് പോലീസ്. മാപ്പിള കലാപം അടിച്ചമർത്താനുള്ള പോലീസില് മാപ്പിളാരെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാപ്പിളാരെടുക്കൂല എന്ന് പ്രഖ്യാപിച്ചു. 47 സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് നിയമം മാറ്റിയോ? 57 മലബാർ ഭരിക്കുന്ന മദിരാശി ഗവൺമെന്റ്, രാജാജി കാമരാജ് നിയമം മാറ്റിയോ? ആര് മാറ്റി? 57 EMS ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന് MSPയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം. ഇന്നത്തെ നമ്മളെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ പേരെന്തായിരുന്നു? ഷറഫ് അലി ഇല്ലേ? ഹബീബ് റഹ്മാൻ. ഷറഫ് അലി MSPന്റെ കമാൻഡന്റ് ആയി പിരിഞ്ഞു. ഹബീബ് റഹ്മാൻ ഇപ്പൊ MSPയുടെ കമാൻഡന്റ്. എത്ര പേര്? ഈ അടുത്ത കാലത്ത് മരിച്ച ജാബിർ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയി മരിച്ചത്. ഓർക്കൊക്കെ എങ്ങനെ MSPയിൽ പണിയിട്ടിയ ലീഗുകാർ പറയും പന്ത് കളിച്ചിട്ട്. പന്തല്ല, എന്ത് കുന്തം കളിച്ചിട്ടും കാര്യമില്ല. MSPയിലേക്ക് പ്രവേശനം ഇല്ലായിരുന്നു. ആ പ്രവേശനം കൊണ്ടുവന്നാരാ? കമ്മ്യൂണിസ്റ്റുകാർ. നദുബിയെ EMS. ഇയാളോട് ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കണം, കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ. EMS MSPയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം കൊടുത്തത്. ഇപ്പൊ മലപ്പുറം ജില്ലക്കകത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി വൈസ് ചാൻസലറാന്ന് പറഞ്ഞ ഇയാൾ ഇങ്ങനെ മലർന്ന് കിടക്കാണല്ലോ. ഈ മലപ്പുറം ജില്ല ഉണ്ടാക്കിയാരറിയോ? ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാര്. 67 അന്ന് ഈ നാട്ടില് ഒരു സർദാർജി, ഒരു സിംഗ് വന്നിരുന്നു, ദാരാ സിംഗ്. അയാൾ കേരളത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞ? RSS ഉദരി ദേക്കോ ഉദരി മസ്ജിദ്, പീച്ചെ ദേക്കോ പീച്ചെ മസ്ജിദ്, ഇദരി ദേക്കോ ഇദരി മസ്ജിദ്, ഇദരി ദേക്കോ ഇദരി മസ്ജിദ്. എവിടെ നോക്കിയാലും പള്ളിയാണ് ഈ മലപ്പുറം ഭാഗത്ത്. അതുകൊണ്ട് മലപ്പുറം ജില്ല ഉണ്ടാക്കരുത്, സമ്മതിക്കരുത്. ആരാ പിന്നെ? ആര്യാടൻ. ആര്യാടൻ നിരാഹാരം കിടന്നു. മലപ്പുറം ജില്ല അനുവദിക്കാൻ പാടില്ല. അയാൾ ഒന്നുകൂടി പറഞ്ഞു, മലപ്പുറം ജില്ല കൊടുത്താൽ പൊന്നാനി കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പൽ വരും. നീ പറഞ്ഞ മഹാനായ CH ജീവിച്ചിരുന്ന കാല. CH പറഞ്ഞ മറുപടി എന്താ അറിയോ? അറബിക്കടലിലൂടെയാണ് പൊന്നാനി കടപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ കപ്പൽ വരിക. അറബിക്കടലിൽ വെച്ച് ആ കപ്പലിനെ തകർക്കാൻ സാധിക്കില്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു പോ. മനസ്സിലായി നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഒന്നല്ല കേൾക്കണ്ടേ, ഒറ്റ തന്തൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഒരു തീരുമാനമുള്ളത്, മലപ്പുറം ജില്ല ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ മലപ്പുറം ജില്ല ഉണ്ടാക്കി. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. നദുബിയെ EMS മലപ്പുറം ജില്ല ഉണ്ടാക്കി അല്ലേ? അപ്പോ ലീഗുകാര് പറയും ഞങ്ങളും ഉണ്ട്. ഇനി 1967 അറബി ഉറുദു ഭാഷാധ്യാപകരെ നിയമിച്ചു. നദുബിക്കറിയോ ഈ നാട്ടിലെ പഴയ കാലത്തെ മദ്രസാധ്യാപകരുടെ സ്ഥിതി എന്തായിരുന്നു? മുതലാളിമാരുടെ വീട്ടിൽ പോവുക, ബെല്ലടിക്കുക, ഭക്ഷണത്തിന് ക്യൂ നിൽക്കുക, കാത്തുക്കുക. വളരെ ദാരിദ്ര്യം പിടിച്ച അന്തരീക്ഷം. മദ്രസന്റെ പണി കഴിഞ്ഞാൽ കുട നന്നാക്കാൻ പോവുക, പെട്രോമക്സ് നന്നാക്കാൻ പോവുക. എന്റെ നാട്ടിലൊരു ഉസ്താദ് കാസർകോട്ട് ഒരു പള്ളിയിൽ പോയി. പള്ളിയിൽ പണിക്കൊക്കെ ചേർന്ന് ഒരാഴ്ച, ഒരു മാസം കഴിഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു എനിക്ക് തൊക്കൂല, ഞാൻ പോവാറുണ്ട്. ശമ്പളല്ല. അപ്പൊ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ പോയല്ലേ, ഇവിടെ മരിപ്പുണ്ടായ നല്ല പൈസയാണ് പറഞ്ഞു, മരണൊക്കെ ഉണ്ടായി. അപ്പൊ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താ അറിയോ? എനിക്ക് ശമ്പളം വേണ്ട, ആഴ്ച 2 മരിപ്പ് എന്നേ. മനസ്സിലായി നിങ്ങൾക്ക്? അതേ ഇനി സ്ഥിതി. ആ മദ്രസാധ്യാപകർക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമനിധി കൊടുത്തേ ഞങ്ങൾ. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നെ വരാം. അങ്ങനെ മദ്രസയിൽ പഠിച്ചിരുന്ന അറബി പഠിച്ച മുസ്ലിംമാരൊക്കെ ഭാഷാധ്യാപകരായി. അന്ന് പാച്ചുവും ഗോപാലിനൊക്കെ ഓർമ്മ ഉണ്ടാവും. കൃഷ്ണൻകുട്ടിയാട്ടിന് ഓർമ്മല്ലേ? പാച്ചുവും ഗോപാലിനും കാർട്ടൂൺ എഴുതുന്ന തന്ത്രി PK തന്ത്രി, തൂലിക നാമം, പേരെന്തോന്ന. അയാളെ പുറത്താക്കി. ജുംബ ഡാൻസിന് ഇപ്പൊ ഇയാളെ സസ്പെൻഡ് ചെയ്തപ്പോ എല്ലാവരും വലിയ വർത്താനം പറഞ്ഞില്ലേ? സർക്കാർ ജോലി ഉണ്ടായി, അയാളെ CH പുറത്താക്കി. എന്താ കാരണം? ഒരു കാർട്ടൂൺ CHന്റെ ചിത്രം. അടുത്ത ചോദ്യം എന്താ? കുട നന്നാക്കാൻ ആളുണ്ടോ? കാരണം മുമ്പ് മൂല്യന്മാര് കുട നന്നാക്കൽ ഇനി പണി മദ്രസ വിട്ട് കഴിഞ്ഞാൽ. ഞാനൊരു അപമാനിക്കല്ല, ജീവിതത്തിന്റെ അക്കരയും കൂട്ടണ്ടേ. അവരൊക്കെ മദ്രസാധ്യാപകരായി. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്. പൊതുവെ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ വരാൻ മടിയാ. സ്കോളർഷിപ്പ് കിട്ടിയാ വരട്ടെ, അതാണ് ഉദ്ദേശം. അപ്പൊ ലീഗ് പറഞ്ഞു ഞങ്ങളുണ്ട്. ഇനി 67 ഉറപ്പല്ലേ? 1 വട്ടം 2 വട്ടം 3 വട്ടം 67 ഗവൺമെന്റ് നിങ്ങൾ ഉണ്ട് കേട്ടോ, നീ മാറരുതിട്ടോ. 67 ഗവൺമെന്റ് ആണ് കേരളത്തിൽ കള്ളി ഷാപ്പ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതിലും ലീഗ് ഉണ്ട്. ഇനി നിങ്ങൾ സംഭവിച്ചാൽ മതി.
ഒരു വാപ്പയ്ക്ക് 2 കുട്ടികളുണ്ടായാല് 3 ഉണ്ടായാലും 2 ഉണ്ടാവുന്ന പുറമ്പോക്കാന്ന് അറിയാൻ പറ്റൂലല്ലോ, ഇല്ലേ? അതിലും ഇങ്ങനെ ഉണ്ട്. ഇനി ഒന്നുകൂടി കേട്ടോ. 1957 EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത് ലീഗ് അടക്കം കോൺഗ്രസ് അടക്കമുള്ളവര് എന്താ വിളിച്ച മുദ്രാവാക്യം? തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും. മമ്പറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ കേട്ടിട്ടുണ്ടോ? ലീഗ് എന്റെ ഡ്രൈവർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുണ്ട് ആ പുസ്തകം അന്നിട്ട് കിട്ടിയ തിരക്കല്ലേ ഇനി കാറിൽ. മമ്പറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഒന്ന് എടുത്തു വരണം. മമ്പറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ലീഗ് കേട്ടിട്ടുണ്ടോ ആ പേര്? മമ്പറം തങ്ങള് മാറി മറക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളോട്, തമ്പ്രാന്റെ മുന്നിൽ പോകുമ്പോ മാറി മറക്കാൻ പറ്റൂല, ആ പെണ്ണുങ്ങളോട് പറഞ്ഞു ഏത് തമ്പ്രാന്റെ മുമ്പിൽ പോകുമ്പോഴും മാറി മറച്ചിട്ട് പോയാൽ മതി. ഇന്നത്തെ മലപ്പുറം ജില്ലേന്റെ ചിത്രമല്ല ഞാൻ ഇവിടെ കാണുന്നത്. അപൂർവം ചിലര് തലയിൽ ടവ്വൽ കെട്ടിന്നേ ഉള്ളൂ. പഴയ കാലത്ത് മലപ്പുറം ജില്ലയിലെ സകല മാപ്പിളാരും തലയെ കെട്ടിട്ടു. ഇനി തമ്പ്രാൻ വരുമ്പോ തലയെക്കെട്ടയച്ച് തൊക്കില് വെക്കണം. മമ്പറം തങ്ങൾ പറഞ്ഞു പടച്ച തമ്പുരാന്റെ മുമ്പിലല്ലാതെ ഒരു തമ്പ്രാന്റെ മുമ്പിലും തലയെക്കെട്ടയച്ച് തൊക്കിലെടുക്കണ്ട. ആ മമ്പറം തങ്ങളെ ബ്രിട്ടീഷുകാരനായ കനോലി സാഹിബ് പരപ്പനങ്ങാടി കടപ്പുറത്ത് വെച്ച് നാട് കടത്തി. ഏറനാടിന്റെ വീരരായ 4 പേര് കോഴിക്കോട് ഇന്നത്തെ വെസ്റ്റിലെ NCC ബാരക്ക്, പട്ടാള ബാരക്ക, ആ ബാരക്കിനകത്ത് കയറി കനോലി സാഹിബിനെ വെട്ടിക്കൊന്നു. ഈ ചരിത്രം ഞാൻ പഠിച്ചത് എവിടുന്നാന്നറിയാം നിങ്ങൾക്ക്? മമ്പറം തങ്ങൾ ജീവകഥ ആരാ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക്? ചിന്ത പബ്ലിക്കേഷൻസ്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിന്ത പബ്ലിക്കേഷൻ മമ്പറം തങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഞങ്ങളാ. ലീഗ് വിളിച്ചെന്താ? തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും. 57 EMS ഗവൺമെന്റ് അട്ടിമറിച്ചു. ഏത് EMS ഗവൺമെന്റിന്? പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്ന, മദ്രസ ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്ന, മലപ്പുറം നേർച്ച പുനഃസ്ഥാപിച്ച EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ലീഗ്. മനസ്സിലായ നിങ്ങൾക്ക്? ആ ലീഗ് ആ മന്ത്രിസഭ വീണു, കോൺഗ്രസിന്റെ കൂടെ വന്നു. കോൺഗ്രസ്, ലീഗ്, PSP, BJP അല്ല. സീതി സാഹിബ് ലീഗിന്റെ സ്പീക്കർ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സീതി സാഹിബ് മരിച്ചുപോയി. ലീഗ് CH സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. കോൺഗ്രസ് ലീഗിനോട് പറഞ്ഞു സ്പീക്കറാക്ക, ഒറ്റ കണ്ടീഷൻ ഉണ്ട്, മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം. നദീവി കേട്ടോ? മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം CH-നോട്. മഹാനായ CH സ്പീക്കർ ആവാൻ വേണ്ടി തൊപ്പി ഊരി സലാം വെച്ച് എന്ന് പറഞ്ഞാൽ സ്പീക്കർ ആവാൻ വേണ്ടി മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച്. നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞാലിക്കുട്ടിയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഒരു തൊപ്പി ഇങ്ങനെ തലവെക്കണ്, അത് അതിന് പകരം ഇങ്ങനെ വെക്കുക. അന്ന് ഊരിയതിന് പകരം തൊപ്പി ഊരി സലാം വെച്ചു. ആ മുസ്ലിം ലീഗിനെ ചരിത്രത്തിൽ ആദ്യമായി നദവി കേട്ടോ കമ്മ്യൂണിസ്റ്റുകളുടെ മുസ്ലിം വിരോധം. ആ മുസ്ലിം ലീഗിനെ ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിയാക്കിയ ഞങ്ങളാ കമ്മ്യൂണിസ്റ്റുകാർ. CH മന്ത്രി, കുരിക്കള് മരിച്ചപ്പോ നഹ മന്ത്രി, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, പേര് ഞാൻ മറന്നുപോയി ഇല്ലേ? ഞങ്ങൾ അന്ന് സപ്തകക്ഷി ഭരണ, അന്ന് 135 ആളാണ് എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ കേരള നിയമസഭയിൽ അംഗം. മുസ്ലിം ലീഗിന് 11 MLA-മാർ ഞങ്ങൾ പോയാൽ ഒരു ചുക്കും വരാനില്ല. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് ഭരിക്കും, ബാക്കി പാർട്ടികളുണ്ട്. ഞങ്ങൾക്ക് മാത്രം 87 സീറ്റുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഔദാര്യമൊന്നുമല്ല, പക്ഷെ സഖ്യകക്ഷിയാണ്. മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നതിൽ നിങ്ങളുണ്ടായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിൽ നിങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കള്ളിഷാപ്പ് കൊണ്ടുവരാൻ നിയമം കൊണ്ടുവരുമ്പോ അതിലുങ്ങളുണ്ടായിനി. 2013 വേറൊരു കള്ള് കൊണ്ടുവന്നു UDF. ഏതാ കള്ള്? വലിയ ലഹരിയൊന്നും ഇല്ലാത്ത ഒരു കള്ളുണ്ടായില്ല, എന്തേലും എന്റെ പേര് നീര, കാണാപ്പാട അവിടെ പേര് നീര. ആ നീര ചെത്തുന്ന തൊഴിലാളികൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്തു. കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂരിലാണ് ഞാൻ. എന്റെ ഒരു ഭാഗത്ത് ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴന്റെ അപ്പുറം മലപ്പുറം ജില്ലയിലെ വായക്കാട് പഞ്ചായത്തിലെ മപ്പറത്ത് അതിലെ നീര ചെത്താന് തെങ്ങുമക്കേറിനോല് ട്രെയിനിങ് കൊടുത്തു. ആദ്യത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം. പക്ഷെ ഓല പേര് ചെത്ത് തൊഴിലാളി എന്നല്ലട്ടോ. ചെത്തുകാരൻ കോരന്റെ മകൻ ആര്? പിണറായി വിജയൻ. ഞങ്ങൾക്ക് അഭിമാനാണോ? ഒരു ചെത്ത് തൊഴിലാളിന്റെ മകനാ ഞങ്ങളുടെ നേതാവ് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. എന്റെ ചെത്ത് മോശമുള്ള തൊഴിലാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഈ ചെത്തുകാർക്ക് ഒരു പേരിട്ടു, ഇംഗ്ലീഷിലാ പേര്. എന്താ പേര്? നീര ടെക്നീഷ്യൻസ്. ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം അന്നത്തെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. വീഡിയോ ഇവിടെ ഉണ്ട്, കൊടുത്തിട്ടേ പോകും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? ഇവിടെ കൊടുത്തിട്ടേ നാസർ കൊളായി പോവും ഇല്ലേ? എന്താ, എങ്ങനെ ഉദ്ഘാടനം ചെയ്ത്?
ചെത്തിനെ കത്തിയും മേടിന് എല്ലും കണ്ടും കൊടുത്തു. ചെത്തിനെ കത്തി മേടിന് എല്ലും കണ്ടം. മൂപ്പര് സിബിയാണ്. ഇതെല്ലാം നാസിർ കൊളായി ബടായി പറഞ്ഞു പോയിന്ന് പറയരുത്, ഇതിലുണ്ടാവും വീഡിയോയില് ഇല്ലേ. അൽഹംദുലില്ലാ, നീരാ ടെക്നീഷ്യൻ കോഴ്സ് ചെത്ത് തൊഴിലാളി യൂണിയന്റെ ആഫീസ് ഉദ്ഘാടനം ചെയ്ത ആഫീസല്ല സംഘടന, അവരെ ചെത്ത് ഉദ്ഘാടനം ചെയ്തു. UA ബീരാൻ സാഹിബ് പിന്നെ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ബീവറേജ് കോർപ്പറേഷൻ വന്നത് എന്നാണ് എന്റെ ധാരണ. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. അതിലൊന്നും നമുക്ക് വലിയ ആറാമൊന്നുമില്ല, സാന്ദർഭികമായി പറയാൻ. ഞാൻ വേറൊന്ന് പറഞ്ഞല്ലോ, ഇവിടത്തെ നദവി ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഈ പണ്ഡിത വേഷധാരി. കേരളത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ അവസ്ഥ, മദ്രസാധ്യാപകരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു, കഷ്ടപ്പാട്. ആ മദ്രസാധ്യാപകർക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. അന്ന് ലീഗ് പറഞ്ഞ മറുപടി എന്താ? ഈ മദ്രസാധ്യാപകരോട് നിങ്ങൾ അത് ചേരരുത്. എന്താ കാരണം? അത് പലിശയാണ്, പലിശ ഹറാമാണ്. അങ്ങനെ തന്നെ പറഞ്ഞു നീട്ടി ബാലോരെ. ശരിയാണ്, പലിശ ഹറാമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? മദ്രസാധ്യാപകരുടെ ഈ പെൻഷൻ സമ്പ്രദായത്തിന്റെ ഇടപാട് ട്രഷറിയിലേക്ക് മാറ്റി. ട്രഷറി ആകുമ്പോ പലിശ അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ലീഗ്, ഞങ്ങൾ ഈ കേരളയിൽ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഞങ്ങൾ തടഞ്ഞു. പക്ഷെ ഞങ്ങൾ നടപ്പാക്കിയ വേറെ സാധനം ഉണ്ട്. ഏതാണ്? ബാങ്ക്, കേരള ബാങ്ക്. ആ കേരള ബാങ്ക് ഞങ്ങൾ തുടങ്ങുമ്പോ മലപ്പുറം ജില്ല വെച്ചുള്ള സകല ബാങ്കും ഞങ്ങളുടെ കൂടെ, ജില്ലാ ബാങ്കുകൾ വേണം. ബാങ്ക് തുടങ്ങണമെങ്കിൽ മലപ്പുറം ജില്ല വെച്ച് ബാക്കി എല്ലാ ജില്ലയും ബാങ്കിന്റെ കൂടെ. ഇപ്പൊ അമീദ് മാഷ് വന്നതിന് ശേഷം മലപ്പുറം ജില്ലയും ചേർന്നു. എന്താ കാരണം? മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം ഭരിക്കുന്ന ലീഗാണ്. 48 ബാങ്കുകൾ. നദവി നിങ്ങൾ പറഞ്ഞല്ലോ, EMS കമ്മ്യൂണിസം, മുസ്ലിങ്ങൾക്കെതിരെ. ഇതൊന്ന് കേൾക്ക്, എന്നിട്ട് മറുപടി പറ. പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കോളേജിലെ കുട്ടികളോടോ മറുപടി പറ. ആ കുട്ടികൾ പഠിക്കട്ടെ. മതവിദ്യാഭ്യാസം, ദീൻ വിദ്യാഭ്യാസം നേടാൻ, സമൂഹത്തിന് മാതൃകയാകാൻ. ഇല്ലേ? പാവപ്പെട്ട ദർസധ്യാപകർ, ദർസു കുട്ടികൾ, കോളേജ് കുട്ടികൾ, അവരെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇതും കൂടി നദവി ഒന്ന് പഠിപ്പിക്കണം. എന്താണ് പലിശ? 5 നേരം മുസൽമാൻ പള്ളിയിൽ പോകുമ്പോ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്, ഓരോ റക്അത്തിലുമുള്ള സൂറത്ത് ഓതുന്നതിന് മുമ്പ് എന്താ പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും ദയാനിധിയുമായ തമ്പുരാനെ, പരമകാരുണ്യവാനും ദയാനിധിയുമായ തമ്പുരാനെ. നമസ്കരിക്കുമ്പോ മുസ്ലിങ്ങൾ മുട്ടുകുത്തി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കും, പടച്ചവനെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങള് നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലേ? ഈ മുസ്ലിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഏതാണ് ദിവസം? ഖിയാമത്ത് നാള്. ഒരുമിച്ച് കൂടുന്ന എവിടെയാണ്? മത്സര ലീഗിനും നദവിക്കും വരികയുണ്ടാവുമല്ലോ. ഇവിടെ തിരൂരിൽ 2 കൊല്ലം മുമ്പ് കൂട്ടായിക്കെടുത്ത് മുസ്ലിം ലീഗിന്റെ ആഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പ്രസംഗം ഇതിലുണ്ട്. എന്താ തങ്ങൾ പ്രസംഗിച്ചത്? നിങ്ങൾ ഈ ഹരിത പതാക പിടിക്കണം. ഈ ഹരിത പതാകയുടെ തണലുണ്ടല്ലോ, മഹ്സറയിലെ അർസിന്റെ തണല് വരെ ഉണ്ടാകും. ഏത്? ലീഗിന്റെ ഹരിത പതാക. മനസ്സിലായ നിങ്ങൾക്ക്? വേറൊരു യൂത്ത് ലീഗിന്റെ നേതാവ് പ്രസംഗിച്ച്, നിങ്ങൾ മുസ്ലിം ലീഗിൽ ടിക്കറ്റ് എടുത്താൽ, മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ തിരിഞ്ഞു നോക്കണ്ട, നേരെ സ്വർഗത്തിലേക്കാണ്. എന്റെ പ്രിയപ്പെട്ട തങ്ങളെ വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ പ്രവാചക പാരമ്പര്യം അവകാശപ്പെടുന്നു. താങ്കൾ ഈ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്, സമസ്തയുടെ നേതാവാണ്. താങ്കൾ എന്താ പറഞ്ഞത്? മഴ്സറയിലെ അർസിന്റെ തണൽ വരെ ഉണ്ടാവും. മഴ്സറ എന്ന് പറയുന്നതിൽ സകല മനുഷ്യരെയും വിചാരണ ചെയ്യുന്ന അവസാന നാളിൽ പടച്ചവൻ വിചാരണ ചെയ്യുന്ന ലോകം. അർസ് എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ സിംഹാസനം. ആ സിംഹാസനത്തിന്റെ തണലിന്റെ പ്രസക്തി എന്താണെന്നറിയോ? സൂര്യൻ തലക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കും മഴ്സറയിൽ. കടമ്മനിട്ടയുടെ കരുവിതയുടെ വരികൾ കടമെടുത്താൽ ഒരു കാക്കക്കാലിന്റെ തണല് പോലും ഇല്ലാത്ത, മനുഷ്യൻ വിയർപ്പിൽ നീന്തി തുടിക്കുന്ന മഴ്സറ. ആ മഴ്സറയിൽ അർസിന്റെ തണല് ലഭിക്കും. ആർക്ക്? കുറ്റം ചെയ്യാത്തവർക്ക്. എന്നാൽ ചെറിയ കുറ്റം ചെയ്തവരോ പടച്ചോൻ പൊറുക്കും. അതുകൊണ്ടാണല്ലോ തേടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവനും ദയാനിധിയുമായ തമ്പുരാനെ. ഒരാള് വിശന്നിട്ട് ഭക്ഷണം കട്ടു. പടച്ചോൻ ചോദിക്കും, എന്തിനാണ് കട്ട്? വിശന്നിട്ടാണ്. പടച്ചവനെ പൊറുക്കണം. പടച്ചോൻ പൊറുക്കും. പടച്ചോൻ പൊറുക്കാത്ത 7 പാപങ്ങളുണ്ട്. ആ 7 പാപങ്ങൾക്ക് പറയുക സബുൽ മൂബിക്കാത്ത് എന്നാണ്.
അതിൽ മൂന്നാമത്തെ പാപമാണ് പലിശ. ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് പലിശ. മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശ. നാസിർ കൊളായി പറയല്ല, വിശുദ്ധ ഖുർആൻ ഇല്ലാന്ന് നദവിക്ക് അഭിപ്രായം ഉണ്ടോ? അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ആധികാരികമായി ഇതൊക്കെ പറയുന്ന ആളാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ. നിങ്ങൾ പറ. സബിൽ മുബിക്ക, അതിൽ പൊറുക്കാത്ത പാപമാണ് പലിശ. എന്റെ പ്രിയപ്പെട്ട ലീഗ്, ഈ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ നടത്തുന്ന 48 ബാങ്ക്, ഇവിടെ ബാങ്ക് ഉണ്ടോ? ആരാ ഭരിക്കുന്നത്? ലീഗ്. ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ വേറെ മോഡലോ? ഇവിടെ ഭരിക്കുന്നത് ലീഗ്. ബാങ്ക് എന്താ? ബാങ്ക് എന്ന് പറഞ്ഞാൽ 8% പലിശക്ക് വാങ്ങുക, 12% പലിശ കൊടുക്കുക. ഇതല്ലേ എന്റെ നാട്ടിലെ മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിലാ. മുമ്പ് ലീഗ് ഭരിക്കുമ്പോ ഒരു ആചാര്യ പ്രസിഡന്റ്. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വേറെ ആചാര്യ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കാർക്കും നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവാം. മൂപ്പര് താല്പര്യമല്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവാ, പക്ഷെ നിലവിലുള്ള പ്രസിഡന്റിന് താല്പര്യമില്ല. തർക്കായി. പഞ്ചായത്ത് കമ്മിറ്റി കൂടി, തർക്കം തീർന്നില്ല. മണ്ഡലം കമ്മിറ്റി കൂടി, തർക്കം തീർന്നില്ല. ജില്ലാ കമ്മിറ്റി കൂടി, തർക്കം തീർന്നില്ല. നേരെ ഇങ്ങോട്ട് വിട്ടു. എങ്ങോട്ട്? തക്കതായ സമയത്ത് യുക്തമായ തീരുമാനം. തങ്ങള് 2 ആജിയമാരി അകത്തേക്ക് വിളിച്ചു. കുശു 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 ചർച്ചയാണ്. ചർച്ച കഴിഞ്ഞപ്പോ ഗുസ്തിയിൽ ജയിച്ച ആളെ കൈ പിടിക്കുന്നാരി ഒരാളെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പ്രഖ്യാപിച്ചു, ഇയാളാണ് ബാങ്കിന്റെ പ്രസിഡന്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പെരുന്നാളുടെ മാസം കണ്ടതല്ല, ബാങ്കിന്റെ പ്രസിഡന്റിനെ കണ്ട. പെരുന്നാളുടെ മാസം കണ്ടതിനല്ല തക്ബീർ, ബാങ്കിന്റെ പ്രസിഡന്റിനെ കണ്ടതിന്. ആര്? ബാങ്കിന്റെ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നത് പാണക്കാട് തങ്ങള്. ഏത് ബാങ്ക്? മുസ്ലിം ലീഗ് ഭരിക്കുന്ന ബാങ്ക്. എന്റെ ലീഗ്, പ്രിയപ്പെട്ട നദവി, ഇസ്ലാമിക ചര്യ പ്രകാരം ബാങ്ക് നടത്താൻ പാടുണ്ടോ? കമ്മ്യൂണിസം മുസ്ലിങ്ങൾക്കെതിരെ. ലീഗോ പറ, ഈ അങ്ങാടി പറ. ഇനി കേരളത്തിലെ മുസൽമാന് പലിശയില്ലാതെ ജീവിക്കണോ? അൽബറക്ക ഇസ്ലാമിക് ബാങ്ക് എന്ന ആശയം കൊണ്ടുവന്ന ആരാറിയോ? അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ഏത് തോമസ് ഐസക്? കമ്മ്യൂണിസ്റ്റുകാരൻ. ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ? സ്വന്തമായ സാമ്പത്തിക ശാസ്ത്രമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. കണ്ണൂർ പോയി നോക്ക്. പി ജയരാജന്റെ നേതൃത്വത്തിൽ ഹലാൽ ബാങ്കുകൾ ആരംഭിച്ചു. റിസർവ് ബാങ്കിന്റെ കർശന നിയന്ത്രണം വന്നപ്പോ ചില പ്രയാസങ്ങളിൽ മുടങ്ങിക്കിടക്കുന്നു. ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാര്, ഞങ്ങൾ ഏത് മതത്തിനെതിര് പറ? ഞങ്ങൾ ഏത് മതത്തിനാണ് എതിര്? നിങ്ങൾ പറ. ഇല്ലേ? പാവപ്പെട്ട മദ്രസാധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു, ക്ഷേമനിധി കൊടുത്തു, എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ. അങ്ങനെ മദ്രസ വളർന്നിട്ടാണല്ലോ ഇയാള് ഈ നദവിയും ഇതൊക്കെ ആയത്. അല്ലാതെ ആവാൻ കഴിയൂ? കോളേജ് നടത്താൻ കഴിയൂല. നിയമം കൊണ്ടുവന്ന എഴുതി പഠിക്കണം. കരിപ്പൂർ എയർപോർട്ട്, ആ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ വരുമ്പോ വഴിയരികില് 4 കൂടിയ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോ വലത്തെ ഭാഗത്ത് 3 നിലയിൽ പച്ച പെയിന്റ് അടിച്ച കെട്ടിടം. എന്താ കെട്ടിടത്തിന്റെ പേര്? ഹജ്ജ് ഹൗസ്. ആരുണ്ടാക്കിയ? സഖാവ് VS കാലത്ത് പാലോളി അധ്യക്ഷനായി തറക്കല്ലിട്ടു. VS കാലത്ത് പാലോളി അധ്യക്ഷനായി ഉദ്ഘാടനം ചെയ്തു. ഇല്ലേ? ഹജ്ജ് ഹൗസ് ഞങ്ങൾ ഉണ്ടാക്കിയ. അതിനു മുമ്പ് എവിടെയായിരുന്നു? EMEA കോളേജ്, മുസ്ലിം ലീഗിന്റെ കോളേജിലെ കട്ടിൽ അടുപ്പിച്ചിട്ടിട്ട് അതിൽ കിടക്കണം. ഹജ്ജിന് പോകുന്ന പാവപ്പെട്ട മനുഷ്യര്, അവർക്ക് ഹജ്ജ് ഹൗസ് ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങള്. ഇപ്പൊ ഇതാ കണ്ണൂര് ഹജ്ജ് ഹൗസ് പിണറായി തറക്കല്ലിട്ടു. ഹജ്ജ് ഹൗസിന്റെ തറക്കല്ലിട്ടു. ആരുണ്ടാക്കിയ? ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാര്. ഇല്ലേ? ഇതൊക്കെ ചിലപ്പോ RSS ഇവിടുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ സുഡാപ്പികളാണ് കമ്മ്യൂണിസ്റ്റ്. സുഡാപ്പികളാണ് ആര്? കമ്മ്യൂണിസ്റ്റുകാർ. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുത്തു. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ലീഗ്, ഈ കേരളത്തിൽ ഒരു മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നിടയിൽ മരിച്ചു വീണ ഒരു ലീഗാന്റെ പേര് പറയും ഞങ്ങള്? അതല്ല ഉസർ. ഒരു മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നിടയിൽ മരിച്ചു വീണ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പേര് പറയും? അതല്ല ഉസർ. ഒരു മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നതിൽ മരിച്ചു വീണ ഒരു SDPAക്കാരന്റെ പേര് പറയും? അതല്ല ഉസർ. ഞങ്ങള് പറയും. ഏതാണ് ആ പേര്? സഖാവ് UK കുഞ്ഞിരാമൻ. ലീഗാര് പാടുന്ന ചിരിച്ചുണ്ടാവും. അങ്ങേപ്പുറത്തുനിന്ന് ജമാഅത്തുകാരും ചിരിച്ചുണ്ടാവും. ഓലിപ്പ പറയും, തുടങ്ങി കൊളായി. എന്താ കൊളായി തുടങ്ങിയത്? കള്ളിച്ചാപ്പിൽ അടിപിടി കൂടി മരിച്ച കുഞ്ഞിരാമന്റെ കഥ. എത്ര കാലായി എന്നറിയാം ഞങ്ങൾക്ക്?
തലശ്ശേരി കലാപകാലത്ത് കൊല്ലപ്പെട്ട UK കുഞ്ഞിരാമൻ കള്ളി ഷാപ്പിൽ നിന്ന് അടിപിടി കൂടി കൊല്ലപ്പെട്ടതാണ് എന്ന് ആദ്യം പ്രചരിപ്പിച്ചത് RSSകാരാണ്. എന്താ കാരണം? 1925 ഉണ്ടാക്കിയ പാർട്ടിയാണ് RSS, വർഗീയ ഫാസിസ്റ്റ് സംഘടന. അവര് 3 പേരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ഒന്നാം ശത്രു മുസ്ലിം, രണ്ടാം ശത്രു ക്രിസ്ത്യാനി, മൂന്നാം ശത്രു കമ്മ്യൂണിസ്റ്റുകാരൻ. മതത്തിന്റെ പേരിൽ സംഘടന ഉണ്ടാക്കുന്നവന് ഇതര മതങ്ങളിൽ ശത്രുവായിരിക്കും. ഹിന്ദു രാജ്യം ഉണ്ടാക്കുന്നവന് മുസ്ലിം ശത്രു, ക്രിസ്ത്യാനി ശത്രു, എന്തേ കമ്മ്യൂണിസ്റ്റുകാരൻ ശത്രുവായി? നദുവി പറ. കാരണം 12 കൊല്ലം മുമ്പ് ഡൽഹിയിൽ വെച്ച് ചേർന്ന ലോക ഹിന്ദു മഹാസഭയിൽ അവരതൊന്ന് തിരുത്തി. പ്രയോറിറ്റി ലിസ്റ്റ് RSSന്റെ ശത്രുക്കളെ അവർ പറഞ്ഞു എം എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പേരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. ഒന്നാമത്തെ ശത്രു എം മാർക്സിസ്റ്റുകൾ, രണ്ടാമത്തെ ശത്രു എം മുസ്ലിങ്ങൾ, മൂന്നാമത്തെ ശത്രു എം മെഷീനറീസ്. ഛത്തീസ്ഗഡിൽ നിങ്ങൾ കാണില്ലേ മെഷീനറികളെ ആക്രമിക്കുന്നത്? മെഷീനറീസ്. പിന്നെ മെത്തോളജിസ്റ്റുകൾ, ഭൗതികവാദികൾ. അങ്ങനെ പോയി. എന്താ കാരണം? ഒന്നാം ശത്രു മുസ്ലിം എന്ന് മാറ്റി മാർക്സിസ്റ്റുകൾ എന്നാക്കാനുള്ള കാരണം ഇവിടുത്തെ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുമ്പോ നെഞ്ചുപിരിച്ച് കാവൽ നിൽക്കുന്നത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്, മാർക്സിസ്റ്റുകളാണ്. അതുകൊണ്ടാ അതിന്റെ ഒരു ഉദാഹരണം തലശ്ശേരി കലാപം. തലശ്ശേരി കലാപത്തിൽ മുരുവമ്പായി പള്ളിക്ക് കാവൽ നിന്ന കുഞ്ഞിരാമൻ കള്ളിഷാപ്പിൽ അടിപിടി കൂടി മരിച്ചതാണ് എന്ന് ആദ്യം പറഞ്ഞത് RSS. പിന്നെ വന്നത് ലീഗിന്റെ ചന്ദ്രികയിൽ. പിന്നെ പ്രസംഗിച്ചത് ഒരു രാഷ്ട്രീയ തമ്മാടി. അയാളിപ്പോ ജീവിച്ചിരിപ്പില്ല. PT തോമസ്. അയാളുടെ ഭാര്യയാണ് ഉമാ തോമസ്. ഉമാ തോമസിനെയാണ് ഇപ്പോ മറ്റേ നമ്മളെ കലക്കിക്കുണ്ടല്ലേ, മറ്റെന്തെങ്കിലും പേര്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികള് ഉളിച്ച തെറി പറയുന്നത്. ഇവിടെ ജ്യേഷ്ഠാനുജന്മാരുണ്ടാവുന്നുള്ളതുകൊണ്ട് ആ വിഷയം ഞാൻ പറയില്ലട്ടോ. അത് പ്രതീക്ഷിച്ചാരും ഇരിക്കും വേണ്ട. മനുഷ്യന്മാരുടെ പറയാൻ പറ്റിയ വിഷയമാണ് ഇല്ലേ? ഞാൻ പറഞ്ഞു വന്നത് PT തോമസിന്റെ പ്രസംഗം എന്താ? വീഡിയോ എന്റെ കയ്യിലുണ്ട്, പ്രദർശിപ്പിച്ചാൽ നേരം വെക്കുന്നുള്ളതുകൊണ്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ PT തോമസ് പറഞ്ഞത്? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയും തലശ്ശേരി കലാപകാലത്ത് കുഞ്ഞിരാമൻ RSSന്റെ വെട്ടേറ്റു മരിച്ചു. ഞാൻ അന്വേഷിച്ചു, മുരുവമ്പായി പോയി. കള്ളിച്ചാപ്പിൽ അടിപിടിയിലാണ് കുഞ്ഞിരാമൻ മരിച്ചത്. മാത്രമല്ല, ഞാൻ അന്നത്തെ മലയാള മനോരമ പത്രമെടുത്ത് പരിശോധിച്ചു, ഞാൻ അന്നത്തെ മാതൃഭൂമി പത്രമെടുത്ത് പരിശോധിച്ചു. അതിലെവിടെയും കുഞ്ഞിരാമൻ മരിച്ചതായി ഒരു വാർത്തയില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ നിയമസഭാ സമ്മേളനം ചേർന്നു. തലശ്ശേരി അടക്കമുള്ള കൂത്തുപറമ്പിന്റെ MLA ആയ പിണറായി വിജയൻ തലശ്ശേരി കലാപത്തെ കുറിച്ച് നിയമസഭയിൽ പ്രസംഗിച്ചു. പക്ഷേ കുഞ്ഞിരാമൻ എന്ന ഒരു വാക്കു പറഞ്ഞില്ല. PT തോമസേ ജീവിച്ചിരിപ്പില്ല. അവിടെ ഉണ്ടല്ലോ ആ ചോദ്യം. നേരത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ താൻ ഏത് പത്രം വായിച്ച്? താൻ പറഞ്ഞല്ലോ മാതൃഭൂമി പത്രം, മനോരമ പത്രം. 1971 ഡിസംബർ മാസം 27-ാം തീയതി രാത്രിയാണ് തലശ്ശേരി കലാപം ആരംഭിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ 71 കഴിയും. 72 കടന്നു. 72 ജനുവരി 3 കുഞ്ഞിരാമന് വെട്ടേറ്റു. ജനുവരി 4 കുഞ്ഞിരാമൻ മരിച്ചു. ജനുവരി 5 മാതൃഭൂമി പത്രം. താൻ പോയി കേസ് കൊടു. മാതൃഭൂമിയുടെ കള്ളരേഖ കാട്ടി നാസിർ കൊളായി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടു. എന്താ മാതൃഭൂമി വാർത്ത? ഇതെന്താ ഹെഡിങ്? നിങ്ങൾക്ക് അവിടുന്ന് വായിക്കാം. കണ്ണൂരിൽ സംഘടനം, ഒരാൾ മരിച്ചു. കണ്ണൂർ ജനുവരി 4-ാം തീയതി കുത്തേൽ മരിക്കുന്നു. 5-ാം തീയതി പുറത്തിറങ്ങിയ പത്രം. കണ്ണൂര് ജനുവരി 4. മാർക്സിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെ ഉറുവച്ചാലിൽ ഇന്നലെ രാത്രി നടന്ന ഒരു സംഘടനത്തിൽ പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തകനായ UK കുഞ്ഞിരാമൻ കൊല്ലപ്പെടുകയും വേറെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത വാചകം. തലശ്ശേരിയിലും പരിസരങ്ങളിലും ഈയിടെ നടന്ന ലഹളകളെ തുടർന്ന് രൂപീകൃതമായ സമാധാന സമിതിയിലെ അംഗങ്ങളായ മാർക്സിസ്റ്റുകാരെ അവർ ഒരു കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരവേ ജനസംഘക്കാർ ആക്രമിക്കുകയാണ് ഉണ്ടായത്. എന്ത് കമ്മിറ്റിന്റെ? സമാധാന കമ്മിറ്റി. എന്താ സമാധാന കമ്മിറ്റിന്റെ പണി? ഹിന്ദു മുസ്ലിം സംഘടന ഇല്ലാതിരിക്കുക, അതിന് പള്ളിക്ക് കാവൽ നിന്നവർ. അന്നിറങ്ങിയ മനോരമ പത്രം ലീഗ് കാണുന്നുണ്ടോ? SDPക്കാരൻ കാണുന്നുണ്ടോ? എന്താണ് ഹെഡിങ്? 1972 ജനുവരി 5 മനോരമ. മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. എന്താ പറയുന്നത്? കൂത്തുപറമ്പിനടുത്ത നീർവേലി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ UK കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അടിയും കുത്തും കൊണ്ട പരിക്കേറ്റാണ് ഇദ്ദേഹത്തെയും 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈയിടെ ഉണ്ടായ അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് രൂപവൽക്കരിക്കപ്പെട്ട സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് കുഞ്ഞിരാമൻ. മാർക്സിസ്റ്റ് പ്രവർത്തകരെ ഒരു സംഘം ജനസംഘക്കാർ സമാധാന കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആക്രമിക്കുകയാണ് ഉണ്ടായത്. എവിടെ PT തോമസ്? എവിടെ ലീഗ്? എവിടെ SDPക്കാരൻ? നിങ്ങളെ പ്രചരിപ്പിച്ചതാ ഈ നാട്ടില്.
അന്നത്തെ മനോരമ, അന്നത്തെ മാതൃഭൂമി. പിന്നെ പറഞ്ഞെന്താ, നിയമസഭയിൽ ഒരക്ഷരം പറഞ്ഞില്ല. ഇതാ കേസ് കൊടുത്താൻ നിയമസഭാ രേഖയാണിത്. നാസിർ കൊളായി കള്ളരേഖ അല്ല, നിയമസഭാ രേഖ. ഇത് കള്ളരേഖയാണെങ്കിൽ എനിക്കതിൽ കേസെടുക്കാം കേരള പോലീസിന്. നിയമസഭയിൽ MP രാഘവന്റെ ചോദ്യം, തലശ്ശേരി വർഗീയ ലളയിൽപ്പെട്ട് UK കുഞ്ഞിരാമൻ മരിച്ചിട്ടുള്ളതായി ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? കരുണാകരന്റെ മറുപടി ഇല്ലെന്ന് പറഞ്ഞല്ലോ. അടുത്ത ചോദ്യം, പിണറായി വിജയൻ ഒരു കൂട്ടം കലാപകാരികളാണ് UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കരുണാകരന്റെ മറുപടി, കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് ഒരു കേസ് നിലവിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആരാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ശരിയല്ല. വീണ്ടും പിണറായി വിജയൻ, ഒരു കൂട്ടം കലാപകാരികളുടെ പേരിലാണ് കേസ് നിലവിലുള്ളതെന്ന് അറിയാമോ? കരുണാകരന്റെ മറുപടി, ഏത് തരത്തിൽപ്പെട്ട പ്രതികളാണെന്ന് അറിയണമെങ്കിൽ പ്രത്യേക നോട്ടീസ് വേണം. പിന്നെ CBC വാര്യർ, പിന്നെ പുരുഷോത്തമൻ പിള്ള തുടങ്ങിയവരുടെ ചോദ്യാവലി നിങ്ങൾ നോക്ക്. ഇത് പ്രചരിപ്പിക്കുന്നിടത്ത് ജനസംഘും RSSും ലീഗും SDPIയും ജമാഅത്തും എല്ലാം ഒരുമിച്ച്. എന്താ കാരണം? പള്ളിക്ക് കാവൽ നിന്ന് മരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ നാണക്കേടുണ്ട്. അതുകൊണ്ടാ. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്റെ പ്രിയപ്പെട്ട ലീഗും കോൺഗ്രസും മനസ്സിലാക്കിക്കോ, ജമാഅത്ത് ഇസ്ലാമിക്കാർ മനസ്സിലാക്കിക്കോ. കോഴിക്കോട് മാറാട് കടപ്പുറം അവിടെ 80കളിൽ ഒരു കലാപുണ്ടായി. നടുവട്ടത്ത് ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും മരിച്ചു. പിന്നീടും അവിടെ സംഘടന ഉണ്ടായി. 5 പേര് മരിച്ചു. UDFന്റെ ഭരണകാലത്ത്, ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. രണ്ടാമത്തെ കലാപം ഉണ്ടായി. മാറാട് 1ാം കലാപം. 2ാം കലാപത്തിൽ 9 5 14 പേര് മരിച്ചു മാറാടിന്റെ മണ്ണിൽ. എപ്പോ UDF ഭരിക്കുമ്പോ കേരളത്തിലെ സകല വർഗീയ കലാപങ്ങൾ നടന്ന് UDF ഭരിക്കുമ്പോഴാണ് ആ മാറാടിന്റെ കടപ്പുറം കാണാൻ AK ആന്റണിയോടൊപ്പം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആന്റണിയോടൊപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി. സകല പോലീസുണ്ട്. മാറാട് കടപ്പുറത്തെത്തിയപ്പോ കുമ്മനം രാജശേഖരൻ, RSSന്റെ നേതാവ്, ഹിന്ദു മഹാസഭയുടെ നേതാവ്, അരയ സമാജത്തിന്റെ നേതാക്കള് അവര് വന്നിട്ട് ആന്റണിയെ തടഞ്ഞു. പോലീസുമായിട്ട് വരിക ആന്റണി അവിടെ പോവാൻ. ആന്റണിയെ തടഞ്ഞിട്ട് RSSകാർ പറഞ്ഞെന്താ അറിയോ? മിസ്റ്റർ ആന്റണി, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാട് കടപ്പുറത്തേക്ക് വരാം, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ, ആ കുഞ്ഞാലിക്കുട്ടി മാപ്പിളയാണ്, അവളെ മാറാട് കടപ്പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മുട്ടിങ്കാല് വരച്ചു ആന്റണിക്ക്. RSSകാരുടെയും അരയ സമാജത്തിന്റെയും ഹിന്ദു മഹാസഭയുടെയും മുമ്പില് കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചയച്ച് ആന്റണി ഒറ്റക്ക് പോയി. അതേ വഴിയിലൂടെ, വഴിത്താരയിലൂടെ 3ാമത്തെ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, ഒരു ജനപ്രതിനിധിയല്ല, പിണറായി വിജയൻ വന്നു. ആരുടെ കൂടെ? ബേപ്പൂരിന്റെ മുൻ MLA എളമരം കരീം ഒരു വശത്ത്, ബേപ്പൂരിന്റെ അന്നത്തെ MLA VKC മുഹമ്മദ് കോയ മറുവശത്ത്. 2 പേരുടെ നടുവിലൂടെ പിണറായി വിജയൻ വന്നപ്പോ ഇതേ കുമ്മനം രാജശേഖരനും RSSകാരും ഹിന്ദു മഹാസഭയും പറഞ്ഞു പിണറായിയോട്, എന്താ പറഞ്ഞേ? മിസ്റ്റർ പിണറായി, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാട് കടപ്പുറത്തേക്ക് വരാം, പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എളമരം കരീമും VKC മുഹമ്മദ് കോയയും മാപ്പിളമാരാണ്, അവരെ കടത്താൻ സമ്മതിക്കൂല. ആ സമയത്ത് മാറാടിന്റെ ആകാശത്ത് ഒരിടിനാദം മുഴങ്ങി, മാറി നിൽക്കണേ. ആരാ പറഞ്ഞെന്നറിയോ? സഖാബ് പിണറായി വിജയൻ, മിന്നൽ പിണറായി. ഒരു കുമ്മനം രാജശേഖരനും അരയ സമാജവും തടുക്കാൻ കഴിഞ്ഞില്ല. VKC മുഹമ്മദ് കോയയും എളമരം കരീമുമായി മാറാട് കടപ്പുറത്ത് പോയ മനുഷ്യന്റെ പേര് സഖാബ് പിണറായി വിജയൻ. മനസ്സിലായിട്ടുണ്ടോ നദിക്ക്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ നെഞ്ചു വിരിച്ച് കാവൽ നിന്നവർ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എന്റെ ശബ്ദം അവസാനിക്കും. അതുകൊണ്ട് അതിനിടയില് മറന്നുപോയൊരു സാധനമുണ്ട്. ഇപ്പൊ പടച്ചവനോരൊന്ന് കയ്യിലേക്ക് കൊണ്ടുതരണം അല്ലേ? ഇത് ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടണ്ട. പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് കുടജാദ്രിയിൽ. ഇത് എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ. കേരളത്തിലെ പ്രഗത്ഭനായ സാഹിത്യകാരൻ, എഴുത്തുകാരൻ, കഥാകാരൻ. കുറെ ഉണ്ട്. ഞാൻ അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം. ബസ് വീണ്ടും നീങ്ങി. ഒരു ബസ്സിലുള്ള യാത്രയാണ്. ആര്? കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സിൽ കുറെ യാത്രക്കാരുണ്ട്. ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി ഏറെ ശ്രദ്ധ ആകർഷിച്ചു. ശിങ്കാരി എന്ന് പറഞ്ഞാൽ
ഒരു പെണ്ണിങ്ങനെ കൊയഞ്ഞാടുകയാണ് ഈ ബസ്സിൽ. അത് മേലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്, അത് വായിച്ചു പോകണമെങ്കിൽ കുറെ ഉണ്ട്. ശിങ്കാരി അപൂർവ ശ്രദ്ധ ആകർഷിച്ചു. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനോട് അയാൾ സംസാരിക്കുകയും അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ഒക്കെ. ഈ പ്രിന്റിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻ സീറ്റിലിരുന്ന ഒരു അതാണ്. ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരിപ്പെണ്ണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി, ശൃംഗരിച്ച്. അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻ സീറ്റിലിരുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ്. ഇനി നിങ്ങൾക്ക് ചില സാമ്യം തോന്നും. വട്ടമുഖം, നരവീണ് തുടങ്ങിയ താടി, തലപ്പാവ്, ജുബ്ബ, മുണ്ട്. എന്റെ കൈവശമുണ്ടായിരുന്ന ചില ലഘു ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കമുണ്ടായത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു. ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു. പക്ഷെ പ്രവൃത്തിയിലത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത്. അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല. ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം. വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരിയുണ്ടോ? ഇസ്ലാമും ക്രിസ്തുമതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു. സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത്. ഗ്രന്ഥകർത്താവിന്റെ പേര് ബവാഹുദ്ദീൻ കൂരിയാട്. ഇത് ഞാൻ പറയല്ല, എന്റെ തലേ കയറാൻ വരണ്ട. പൂർണിമ പബ്ലിക്കേഷൻസിൽ ഇപ്പോഴും ഈ പുസ്തകം കിട്ടും. പുസ്തകം എഴുതിയ കാക്കനാടനാണ്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല. അതുകൊണ്ട് അത് കുടജാദ്രിയുടെ സംഗീതം, കുടജാദ്രിയുടെ സംഗീതം പുസ്തകം വാങ്ങാൻ പോണേല് കുടജാദ്രി ചോദിച്ചാൽ അപ്പോൾ കിട്ടൂല. പൂർണിമ പബ്ലിക്കേഷൻ കുടജാദ്രിയുടെ സംഗീതം. എനിക്കറിഞ്ഞൂടാ. കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ്. മുസ്ലിംമാരുണ്ട് അവിടെ അത്യാവശ്യം വീറുള്ള. പുസ്തകത്തിന്റെ 40-ാം പേജിൽ മൂപ്പര് നല്ല ഇൻട്രസ്റ്റിൽ 3-4 പ്രാവശ്യം വായിച്ചിരുന്നത്. വേണേ വാങ്ങി വായിച്ചോളി, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ശിങ്കാരി എന്നുള്ളത്. അല്ലേ വക്കീല? 40-ാം പേജ്. നീ പേജ് തപ്പാൻ നിൽക്കണ്ട, നിങ്ങൾ വായിച്ചാളി. ഞാൻ പറയൂല, ഞാൻ ഈ വായിച്ചറിവേക്കുള്ളൂ. കാണാത്ത കാര്യം ഞാൻ പറയില്ല. അങ്ങനെയാ മതം പഠിപ്പിച്ച്. എന്നിട്ട് ഇയാൾ പറയാൻ സ്റ്റെപ്പിനുണ്ട്. എംഎൽഎമാർക്ക്, മന്ത്രിമാർക്ക് ചില സ്റ്റെപ്പിനുകളുണ്ട്. കോഴിക്കോട് ഒരു കുട്ടി ഇപ്പോഴും നിലവിളിക്കുന്നു. കോഴിക്കോട്ടെ ഒരു കുട്ടി ഇപ്പോഴും നിലവിളിക്കുന്നുണ്ട്. ആരുടെ കുട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ജഗതി സിനിമ പറഞ്ഞ പോലെ അത് എന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ് എന്ന് പറയണ്ട. ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഇനി എത്ര പേര് തരണം നിങ്ങൾക്ക്? ഞാൻ ആമുഖമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഇപ്പൊ പീഡന കഥകൾ, ക്ഷമിക്ക സഹോദരിമാരെ, ഞാൻ കടന്നു പറയില്ല, പീഡന കഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? അപ്പൊ ചില ചോദ്യങ്ങളുണ്ട്. മറ്റോൻ പീഡിപ്പിച്ചിട്ടില്ലേ, അവൻ പീഡിപ്പിച്ചിട്ടില്ലേ? ശരിയാ. പുരുഷനും സ്ത്രീയും ചില പീഡനങ്ങൾ ഉണ്ടാറുണ്ട്, പ്രണയം വഴിമാറാറുണ്ട്, വഴിവിട്ട് പെരുമാറാറുണ്ട്, ഒക്കെ ഉണ്ട്. അതിന്റെ പേരിൽ ഞങ്ങളുടെ പാർട്ടിയിലും നടപടി ഉണ്ടായിട്ടുണ്ട്. ഉന്നത സ്ഥാനത്തിരുന്ന ചില ആളുകളെ 6-7 കൊല്ലത്തിന് പുറത്താക്കിയിട്ടുണ്ട്. പാമ്പും കോണിയും കളിക്കുമ്പോ 94-ലാണ് കട്ട. അടുത്ത കട്ട വീണാൽ 100-ലെത്താവുന്ന നേതൃത്വ പറവിയിലിരുന്ന ആള് പാമ്പിന്റെ തൊള്ളേ കൂടി 1-ലല്ലെത്തിയ പുറത്ത് ഔട്ട്. 8 കൊല്ലം. കോടതി നിരപരാധിയാണെന്ന് കണ്ടപ്പോ അയാൾക്ക് അർഹമായ സ്ഥാനം കൊടുക്കണം. അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? ഉണ്ട്. എന്നാൽ വിൻസെന്റിനെ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ ആനയിച്ചു കൊണ്ടുവന്നതുപോലെ ഞങ്ങൾ ആനയിച്ചു കൊണ്ടുവന്നിട്ടില്ല. പരാതി പറഞ്ഞ സ്ത്രീക്കെതിരെ തെമ്മാടിത്തം പുലമ്പിയിട്ടില്ല. ഇല്ലേ? എത്ര പേരുണ്ട് നിങ്ങളിൽ? ഞാൻ അതിനെ ആരും കുറ്റം പറയില്ല. എന്റെ മതവിശ്വാസ പ്രകാരം ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ആദ്യ പിതാവ് ആദം. എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വർഗത്തിലായിരുന്നു ആദമും ഹവ്വയും. പടച്ച തമ്പുരാൻ നേരിട്ട് പറഞ്ഞു ആരോട്? ആദമിനോട്, വിലക്കപ്പെട്ട കനി തിന്നരുത്.
മനസ്സിലായ നിങ്ങൾ? ബോധവൽക്കരണമല്ല, പടച്ചോൻ നേരിട്ട് വന്നു. ഇങ്ങോട്ട് ആദം നബി തിന്നതിന്റെ ബാക്കിയായിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഈ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും എത്തി. പടച്ചോൻ പറഞ്ഞിട്ട് ആദ്യത്തെ പടപ്പ് കേട്ടില്ല. അപ്പൊ കീപ്പെട്ടുള്ള പടപ്പുകൾ പേച്ചോണേന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മൊല്ലാക്ക നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തും. ഞാന് പിന്നെ ആദം നബിനെ കുറ്റം പറഞ്ഞു പറയാൻ നിൽക്കണ്ട, ഒരു ഉദാഹരണം പറഞ്ഞത് സംഭവിച്ചല്ലേ നാട്ടിൽ. എന്നാൽ വരി വരിയായി സീരിയലുമാരി, അതോ കോളേജ് പഠിക്കുന്ന KSUവിൽ പഠിക്കുന്ന കുട്ടി പരാതി, പിന്നെയോ പിന്നെ നമ്മുടെ ചാനൽ ചർച്ചയിൽ വരുന്ന പ്രേംകുമാറിനോട് പരാതിപ്പെട്ടത് രമേശ് ചെന്നിത്തലയുടെയും മരിച്ചുപോയ MI ഷാനവാസിന്റെയും കൂടെ പ്രവർത്തിച്ച, ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വനിത. ചെന്നിത്തല മുടി കറുപ്പിച്ചോണ്ടാ, വയസ്സെത്രയോ? 69. 18 വയസ്സുള്ള KSUകാരിനോട് തുടങ്ങിയിട്ട് 69 വയസ്സുള്ള പെണ്ണുങ്ങളോട് വെച്ച് എത്ര എണ്ണം? 1, 2, 3, 4 2 സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. 2 സ്ത്രീകളുടെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഒരു സ്ത്രീയോട് പറഞ്ഞു, നീ ഗർഭം അലസിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെയും കുട്ടിയെയും ചവിട്ടിക്കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതി. അവിടെയാ കഥ മാറുന്നത്. അവരെ ന്യായീകരിക്കാൻ ലീഗും ജമാഅത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട നദ്വി സാഹിബേ, താങ്കൾ ഉദാഹരിച്ചത് ഞങ്ങളെ കുറിച്ചാണ് പറയില്ല. കാരണം ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ പറയാൻ കഴിയും. ഇന്ന് വീണടുത്തുനിന്ന് കടന്നൂരല്ലേ. അപ്പം ഞാൻ അങ്ങനെ ഉദാഹരിച്ചല്ല. മന്ത്രിമാര്, MP-മാര്, MLA-മാര്, അതില് മലപ്പുറത്ത് നിന്നുള്ള MP-ക്കുണ്ടോ പറയണം. പിന്നെ പൊന്നാനി എന്നുള്ള MP-ക്കുണ്ടോ പറയണം. MP-മാർക്ക് എന്നല്ല പറഞ്ഞ്, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. പക്ഷെ ഒരു കാര്യം ഞാനൊരു സൂചന മാത്രം പറയാം, അതിനപ്പുറം എന്നോട് പറയിപ്പിക്കരുത്. പറയുമ്പോ ഞാൻ തെളിവ് സഹിതം പറയും, പിന്നെ ഒന്നും പറയാൻ നിൽക്കരുത്. പല നബിമാരുടെയും കാലത്ത് ശിക്ഷകൾ ഇറങ്ങിയിട്ടുണ്ട്. ലൂത്ത് നബിയുടെ സമുദായത്തെ ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് മണ്ണിലടിയിലാക്കിയിട്ടുണ്ട് പടച്ചവൻ. ലൂത്ത് നബിയോടും ഭാര്യയോടും ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പടച്ചവൻ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി പ്രതിമയായി നിന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പടച്ചവൻ. ഇല്ലേ? അത് ചെയ്ത ആരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് എന്നെ വെല്ലുവിളിച്ചാൽ തെളിവ് സഹിതം ആളുടെ പേരും വീഡിയോവും ചിത്രവും ഞാൻ പ്രദർശിപ്പിക്കും. അത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അതാണ് ഒരുപാട് ആൾ കേൾക്കും. അതാണ് കൂടത്തായി പറഞ്ഞത്. നാസിർ ഫൈസി കൂടത്തായി പറഞ്ഞത് അതാണ്. എന്താ പറഞ്ഞത്? ഈ പാണക്കാട്ട ചില ആളുകൾ ചിലത് ചെയ്യുന്നത്, ഓണപ്പാട്ട് പാടുന്നത്, മറ്റേ പാടുന്നത്, എവിടെയോ സിനിമ കാണുന്നത് ഒക്കെ തെറ്റാണ്. അത് നമുക്ക് ഗ്രൂപ്പിലൊന്ന് വിടണം. വീഡിയോ ഇതിലുണ്ട്. ഞാൻ ക്ഷീണിച്ചുകൊണ്ട് നിർത്തുകയാണ്, കാരണം ഇനി പറഞ്ഞാൽ വഴി മാറിപ്പോയി. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രചരണമുണ്ട്. ഇയാള് മാത്രമല്ല, സകല ലീഗും ജമാഅത്തും SDP-യും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾക്ക് ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങൾക്കെതിരാണ്. ഇതിന്റെ ഉദാഹരണമാണ് സഖാവ് കൂടെ പ്രസംഗിച്ച കണ്ണൂരിലെ എവിടെ മാടായിപ്പാറ എന്ന് പറയണല്ലോ. ഈ മാടായിപ്പാറ ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണ്. ദേവസ്വം ബോർഡിന്റെ RSSകാരന്റെ അല്ല, ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണ്. 500 ഏക്കറിന്റെ ഭൂമി. അവിടെ വൈകുന്നേരം മനുഷ്യൻ കാറ്റുകൊള്ളാൻ വരും. ജാതിമത വ്യത്യാസമല്ല. അതിന്റെ ചുറ്റുമുള്ള മാടായി പഞ്ചായത്ത് നന്നായി മുസ്ലിങ്ങളിലാണ്. മാടായി പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഈ കുന്നുംപുറത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ മുറ്റത്ത് ഏത് പൊതുസംഘടനകൾ ആവശ്യപ്പെട്ടാലും പെർമിഷൻ കൊടുക്കാറില്ല പരിപാടി നടത്താൻ. എന്നാൽ മാടായി പഞ്ചായത്തിലെ ഈ സ്കൂളിന്റെ RSSന്റെ ക്യാമ്പ് നടത്താൻ അനുമതി കൊടുത്തത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? പഞ്ചായത്ത് കമ്മിറ്റി. അവിടെയാണ് മലപ്പുറത്ത് നടക്കം വന്നിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പെണ്ണുങ്ങള് GIO എന്ന് പറയുന്ന സംഘടന ഫലസ്തീൻ ജാഥ നടത്തിയത് എന്നാണ്? നബിദിനത്തിന്റെ അന്ന്. നബിദിനവും ഓണവും ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അവിടെ വന്ന് ജാഥ നടത്തി ഇസ്രായേലിന്റെ പതാക കത്തിച്ചു, ഒരു സംഘർഷം ഉണ്ടാക്കി.
അവസരം വീണ് കിട്ടാൻ കാത്തിരിക്കാണ് RSS. അതിനെതിരെ നടപടിയെടുക്കാത്തപ്പോ അവർ പറഞ്ഞു പിണറായിന്റെ പോലീസ് സുഡാപ്പിയാണ്. ജാഥ നടത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ പോലീസ് കേസെടുത്തപ്പോ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPIയും പറഞ്ഞു പിണറായി പോലീസ് സംഘിയാണ്. അപ്പോഴാ ഞങ്ങൾക്ക് ആശ്വാസമായത്. ഞങ്ങൾ നേർവഴിക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യം വന്നത് അപ്പോഴാണ്. മനസ്സിലായി ഞങ്ങൾക്ക്? അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരാണ്? ജമാഅത്തെ ഇസ്ലാമി, RSS. പരസ്പര പൂരിതമാണ് ഇത് രണ്ടും. അതാണ് മാടായിപ്പാറയിൽ അവർ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ഇസ്ലാമോഫോബിയന്റെ ഭാഗമായി ഇവർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? റിയാസ് മൗലവി വധക്കേസ് കേട്ടില്ലേ? ലീഗ് പ്രസംഗിക്കും, SDPI പ്രസംഗിക്കും, ജമാഅത്തെ ഇസ്ലാമി പ്രസംഗിക്കും. എന്താ റിയാസ് മൗലവി വധക്കേസ്? റിയാസ് മൗലവിയെ കൊന്നത് RSSകാരാണ്. ഒരു ദൃക്സാക്ഷിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കേസ് 7 കൊല്ലവും 7 ദിവസവും കഴിഞ്ഞപ്പോ കോടതി വിധി പറഞ്ഞു. എന്താ വിധി? പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പ്രതികളെ വെറുതെ വിടുന്നു. RSSും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഈ നദ്വിയെ പോലുള്ളവരും നാട്ടിൽ പറഞ്ഞു വരുത്തിയത് എന്താണ്? പിണറായിയുടെ കാലത്ത് RSSകാര് ശിക്ഷിക്കപ്പെടില്ല. റിയാസ് മൗലവിയുടെ വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് പിണറായിയാണ് എന്ന രൂപത്തിലാണ് പ്രസംഗിച്ചത്. വെറുതെ വിട്ടത് പിണറായി അല്ല, കോടതിയാണ്. ഇതേ പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ നാദാപുരത്ത് ഷിബിൻ എന്ന് പറയുന്ന 19 വയസ്സുകാരനെ മഴ കൊണ്ട് വെട്ടി നുറുക്കി ലീഗിന്റെ തെമ്മാടിക്കൂട്ടം. നാദാപുരത്തിന്റെ മണ്ണിൽ ഷിബിനെ വെട്ടി നുറുക്കി. പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ കേസെടുത്തു. കോടതിയിൽ കേസ് വന്നു. ആ കേസിലെ പ്രതികളായ മുഴുവൻ മുസ്ലിം ലീഗുകാരെയും കോടതി വെറുതെ വിട്ടു. അപ്പൊ പിണറായി അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഞങ്ങളാളല്ലേ കൊല്ലപ്പെട്ടത്? കൊന്നത് മുസ്ലിം ലീഗ് അല്ലേ? ആ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. മേൽക്കോടതിയിൽ അപ്പീല് പോയി ഗവൺമെന്റ്. 1 വർഷം മുമ്പ്, 8 മാസം മുമ്പ് ഷിബിൻ വധക്കേസിലെ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചു. അതിൽ 1-ാം പ്രതി മുസ്ലിം ലീഗിന്റെ സംരക്ഷണയിൽ ഗൾഫിൽ ഒളിവിൽ കഴിയുന്നു. ഷിബിനെ നീതി ലഭിച്ചതിന് ശേഷം ഈ വർഷത്തെ രക്തസാക്ഷി പൊതുയോഗത്തിൽ ഞാൻ അവിടെ പങ്കെടുത്തു. ഷിബിന്റെ നാട്ടിൽ രക്തസാക്ഷി ഇതില്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഈ റിയാസ് മൗലവി വധക്കേസിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒരു റെക്കോർഡുണ്ട്. എന്താ റെക്കോർഡ് എന്നറിയോ? ഈ കേസിലെ പ്രതികളെ പോലീസ് പിടിച്ച് ഒരു ദൃക്സാക്ഷിയുമില്ലാതെ പ്രതികളെ കണ്ടെത്തി പിടിച്ച് ജയിലിൽ അടച്ചു, റിമാൻഡ് ചെയ്തു. ആരാ റിമാൻഡ് ചെയ്യാ? പോലീസ് നിർദ്ദേശപ്രകാരം കോടതി റിമാൻഡ് ചെയ്തു. അവര് പുറം ലോകം കണ്ടത് എന്താണെന്നറിയോ? 7 കൊല്ലവും 7 ദിവസവും കഴിഞ്ഞിട്ട് ആരാ കാരണക്കാരൻ? കേരള പോലീസ്. ആരാ കേരളത്തിന്റെ പോലീസ് മന്ത്രി? സഖാബ് പിണറായി വിജയൻ. പിണറായി വിജയൻ പരോള് കിട്ടും. റിമാൻഡ് തടവുകാർക്കും ഞാൻ പറയാ. പിന്നെ ഞങ്ങളുടെ നാട്ടിലടക്കമുണ്ട് പല കൊലക്കേസിലെയും പ്രതികൾ. നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പല കൊലക്കേസിലും പ്രതികൾ. ഓലൊക്കെ 1 കൊല്ലത്തെ തടവ് കഴിഞ്ഞാല് പരോള് കിട്ടൂലേ? വരില്ലേ? കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടോ? ഒരുവിധം എല്ലാ തടവുകാരെയും അനന്തമായ പരോള് കൊടുത്തു. 10-15 ദിവസം എന്നല്ല, 1-2 മാസം ഒക്കെ പരോള് കൊടുത്തു. അന്ന് പോലും പരോളിലിറങ്ങാതെ ജയിലിൽ കിടക്കേണ്ടി വന്നു റിയാസ് മൗലവി വധക്കേസിലെ പ്രതികൾ. 7 കൊല്ലവും 7 ദിവസവും. അങ്ങനെ കേരളത്തിൽ ചരിത്രം ഇത് മാത്രമുള്ളത്. എന്നിട്ട് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ പിണറായി വെറുതെ വിട്ടു എന്ന ആരോപണം. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ആരോഗ്യക്കുറവുണ്ട്, ഞാൻ ചുരുക്കാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേരളത്തിൽ ഇസ്ലാമോഫോബിയ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984 ശരീഅത്ത് വിവാദം ഒന്ന് കെട്ടടങ്ങിയ സമയം. അന്ന് ചന്ദ്രിക പത്രത്തിന്റെ ചീഫ് എഡിറ്ററുടെ പേര് മങ്കട അബ്ദുൽ അസീസ് മൗലവി. മങ്കട അബ്ദുൽ അസീസ് മൗലവി MSFന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായ ചന്ദ്രികയിലെ എഡിറ്ററായ AP ആമേനെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ തിരുവനന്തപുരത്ത് പോകണം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ മുസ്ലിങ്ങൾക്കെതിരെ കൊണ്ടുവന്ന നിയമങ്ങളെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഒരു ലേഖനം എഴുതണം. അത് പരമ്പരയായി ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കണം. ചെല്ലും ചെലവും കൊടുത്ത് AP ആമേനെ തിരുവനന്തപുരത്തേക്ക് അയച്ചു.
അദ്ദേഹം പറയാണ് 84 രേഖകൾ ഞാൻ പരിശോധിച്ചു. ഓരോ രേഖകൾ പരിശോധിക്കുമ്പോഴും സത്യം ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കഥയുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകനെ കൊല്ലാൻ വന്ന ഉമറിന്റെ കഥ. പ്രവാചകന്റെ മുമ്പിലെത്തിയപ്പോ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ട് കൊല്ലാൻ ഊരിയ വാൾ ഉറയിലിട്ട് അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിന്റെ 2ാം ഖലീഫയായ ഉമറിന്റെ കഥ എന്നതുപോലെ രേഖകൾ പരിശോധിച്ച് സത്യം ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ വെറുത്ത കടലാസിൽ കറുത്ത മഷിയുള്ള പേന കൊണ്ട് AP അഹമ്മദ് എഴുതാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ചന്ദ്രികയിൽ വന്ന് മങ്കട അബ്ദുൽ അസീസ് മൗലവിയോട് പറഞ്ഞു, ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അപ്പൊ മങ്കട അബ്ദുൽ അസീസ് മൗലവി ചോദിച്ചാൽ എന്താ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കുന്നത്? AP അഹമ്മദ് പറഞ്ഞു, ഞാൻ സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൗലവി പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് വായിക്കട്ടെ. അതിന്റെ ആദ്യത്തെ വരി എന്താണെന്നറിയോ? നദവി കേൾക്കണം, നദവി തന്നെ കേൾക്കണം. എന്തായാലും ആദ്യത്തെ വരി, വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് പുഴുക്കളെ പോലെ ജീവിക്കുന്ന മുസൽമാന് ഈ കേരളത്തിനകത്ത് നട്ടൽ നിവൃത്തി ജീവിക്കാൻ ഒരു കാരണക്കാരനുണ്ടെങ്കിൽ അയാളുടെ പേര് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. ഒരുപാട് കാലത്തിനപ്പുറം AP അഹമ്മദ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ആ വന്ന മനുഷ്യന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. അബ്ദുൽ ജബ്ബാറിന് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, മറ്റേ കണ്ണിങ്ങനെ ചീഞ്ഞു നിൽക്കുക. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ AP അഹമ്മദിന്റെ അടുത്തെത്തി കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുമ്പോ മലപ്പുറം ജില്ലക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. മലപ്പുറം ജില്ലക്കാരനായ നിങ്ങളെ കേൾക്കാനും നിങ്ങളെ കാണാനും ഇപ്പൊ നിങ്ങളുടെ കൈ പിടിക്കാനും കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. AP അഹമ്മദ് ചോദിച്ചു, എന്താ മലപ്പുറം ജില്ലക്ക് ഇത്ര വലിയ പ്രത്യേകത? ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണ നാള് മുതൽ എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തെ കണ്ടിട്ടേ ഇല്ല, നീലാകാശത്തെ കണ്ടിട്ടില്ല, പറവകളെ കണ്ടിട്ടില്ല, വസന്തങ്ങളെ പൂക്കളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു കണ്ണിന് കാഴ്ചയുണ്ട്. ഞാൻ വസന്തങ്ങളെ കാണുന്നു, പൂക്കളെ കാണുന്നു, നീലാകാശത്തെ കാണുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ ഒക്കെ കാണുന്നു. ഈ കാഴ്ചയുള്ള കണ്ണുണ്ടല്ലോ, അതെനിക്കൊരാൾ ദാനം ചെയ്തതാണ്. ആ ദാനം ചെയ്ത ആളുണ്ടല്ലോ നിങ്ങളുടെ മലപ്പുറം ജില്ലയിലുള്ളതാണ്. ആളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിസ്റ്റർ നദ്വി, നന്നായി കേട്ടോളൂ. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ പറഞ്ഞ പേരെന്താണെന്നറിയോ? മലപ്പുറം ജില്ലയിലുള്ള ഒരാളാണ് എനിക്ക് കണ്ണ് ദാനം ചെയ്തത്. അവരുടെ പേര് ആര്യ അന്തർജനം എന്നാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാ VMSന്റെ ഭാര്യ ആര്യ അന്തർജനം ദാനം ചെയ്ത കണ്ണുകൊണ്ട് ഈ ലോകത്തെ കണ്ട ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ AP അഹമ്മദിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തു. അബ്ദുൽ ജബ്ബാർ പള്ളിയിലേക്ക് ഓടി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ AP അഹമ്മദ് കാറ് കയറാൻ തുടങ്ങി. AP അഹമ്മദിന്റെ കൈ പിടിച്ചിട്ട് അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഓടിപ്പോയാൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതാ. എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത കാലത്ത് അങ്ങനെ കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എന്റെ ഒരു കണ്ണിന് കാഴ്ച കിട്ടിയതിന് ശേഷം 5 നേരവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവും. എന്തിനാണെന്നറിയോ? 5 നേരത്തെ നമസ്കാരവും കഴിഞ്ഞാൽ പള്ളിയിൽ മുട്ടുകുത്തി പടച്ച തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കും, പടച്ചവനെ, എന്റെ കണ്ണിന് കാഴ്ച നൽകിയ ആര്യ അന്തർജനത്തെ നീ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാറിന്റെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പ്രിയപ്പെട്ട നദ്വി, നിങ്ങൾ കേൾക്കണം. 5 നേരം പള്ളിയിൽ പോയി നമസ്കരിച്ച ഒരു മുസൽമാൻ തനിക്ക് കണ്ണ് ദാനം ചെയ്ത ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേരാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. നിങ്ങള് സഹായിക്കാൻ നടക്കുന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ എഡിറ്റർ 84 രേഖകൾ പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് കൊടുത്ത സ്ഥാനമാനങ്ങൾ, നിയമങ്ങൾ എല്ലാം കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വരികൾ ഒരു വെള്ളക്കടലാസിൽ കോപ്പി എഴുതി 1000 വട്ടം പഠിക്കണം. വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് പുഴുക്കളെ പോലെ ജീവിക്കുന്ന മുസൽമാന് ഈ കേരളത്തിനകത്ത് നട്ടല് നിവൃത്തി ജീവിക്കാനുള്ള കാരണക്കാരന്റെ പേര് സഖാ VMS. എഴുതി പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കും. ഇത്തരം നദിവിമാരെ തിരിച്ചറിയാനും അവർക്കെതിരെ പ്രതികരിക്കാനും
സത്യം ലോകത്തോട് വിളിച്ചു പറയാനും പ്രിയപ്പെട്ടവരെ സഹാക്കളെ നിങ്ങളൊക്കെയും ഉണ്ടാകണം എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.